ഹായ്, ഇന്നൊരു മത്തിക്കറിയാണ് കേട്ടോ. കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞമത്തി കിട്ടുമ്പോൾ പച്ചമല്ലി അരച്ച് കറി വെച്ചിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് നോക്കാം. എത്ര മത്തിക്കുള്ള അളവുകളാണ് ഞാൻ പറയണത്. മല്ലി, മുളകും അതേപോലെ തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചെറുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലി റോസ്റ്റ് ഒന്നും ചെയ്യാതെ തനിയത് നമുക്ക് എരിവിന് ആവശ്യത്തിലുള്ള മുളകും മല്ലി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ഇടുമ്പോഴേ അത്ര പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് കേട്ടോ ഞാൻ ഇവിടെ ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 കുടമ്പുളിയുടെ ചെറിയ പീസും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചൊന്നും ഇടരുത്, അപ്പോൾ നമുക്ക് ഈ മല്ലിയുടെ ഒരു ഫ്ലേവർ കിട്ടില്ലേ. അപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പാകാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മത്തി ഇട്ട് കൊടുത്തിട്ടേ നമുക്കത് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിള വന്നപ്പോൾ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മല്ലീൻ്റെ ഫ്ലേവർ കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു താളിപ്പ് കൊടുക്കണേ. വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി, ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇട്ട് വറുത്തിട്ട് കൊടുത്ത് നല്ലൊരു അടിപൊളി കറി. ദോശയ്ക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ പച്ചമല്ലീൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.